ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം. പിന്നെ എല്ലാവരും എൻ്റെ യൂട്യൂബ് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. ഒരുപാട് വ്യൂവേഴ്സ് കാണുന്നുണ്ട്. വളരെ വളരെ സന്തോഷം. പിന്നെ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്, നമ്മളെല്ലാവരും ABC ജ്യൂസ് കഴിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. ആപ്പിൾ, അതുപോലെ തന്നെ ബീട്രൂട്ട്, ക്യാരറ്റ്. അപ്പം ഈ ABC ജ്യൂസ് കഴിക്കുന്നത് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും അതിലടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൊഴുപ്പിനെ ഇല്ലായ്മ ചെയ്യാനും നമ്മുടെ വിശപ്പിന് വേണ്ടിയിട്ട് നമുക്ക് വിശപ്പിനെ നിയന്ത്രിക്കാനും സാധിക്കും ഈ ജ്യൂസ് കഴിച്ചാൽ. അപ്പം ABC ജ്യൂസ് മിക്കവരും കഴിച്ചിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതിലുമൊക്കെ പ്രധാനമായ മറ്റൊന്നാണ് നമ്മുടെ ABC ജ്യൂസിനേക്കാൾ പ്രധാനമാണ് ABC എന്ന വാക്കിന് തന്നെ നമ്മുടെ ജീവിതത്തിലും വലിയ അർത്ഥമുണ്ട്. അതായത് A മീൻസ് ആറ്റിറ്റ്യൂഡ്, B മീൻസ് ബിലീഫ്, C മീൻസ് കറേജ്. ഇത് മൂന്നും നമുക്ക് വേണം. ആറ്റിറ്റ്യൂഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പം ദൂരെ യാത്രയൊക്കെ ചെയ്ത് ഒറ്റയ്ക്ക് പോകുമ്പോഴായിരിക്കും നമുക്ക് ബോറടിക്കും അല്ലേ. കുറച്ച് നേരമൊക്കെ നമ്മൾ മൊബൈൽ നോക്കിയിരിക്കും, പുറത്തേക്ക് നോക്കിയിരിക്കും. പക്ഷേ നമ്മുടെ അടുത്തിരിക്കുന്ന ആൾ നല്ലൊരു യാത്രക്കാരനാണ് നമ്മുടെ അടുത്തിരിക്കുന്നതെങ്കിൽ, യാത്രക്കാരിയാണെങ്കിൽ എവിടെ പോകുന്നു, പരസ്പരം സംസാരിച്ച് അപ്പോൾ പറഞ്ഞു വരുമ്പോൾ രണ്ടുപേരും ചിലപ്പോൾ ഒരു സ്ഥലത്തേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമ്മൾ തുറന്ന് സംസാരിക്കുമ്പോൾ മനസ്സിനൊരു സന്തോഷമാണ്. ശരി, ഞാനും അങ്ങോട്ടാണ്, അതിൻ്റെ അടുത്തുള്ള സ്ഥലത്ത് തന്നെയാണ്, അപ്പോൾ ഒറ്റയ്ക്കല്ല എന്നൊരു തോന്നൽ നമുക്ക് വരും. അങ്ങനെ പരസ്പരം സംസാരിച്ച് ചിലപ്പോൾ നല്ലൊരു ഫ്രണ്ട്സായി മാറും. അപ്പോൾ നമ്പറൊക്കെ കൊടുത്തിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ഇറങ്ങിപ്പോകുന്നത്. അപ്പം നമ്മുടെ ആ യാത്ര വളരെ സന്തോഷകരമാവും. അപ്പം നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മൾ കുറേ ജ്യൂസ് കഴിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് വിറ്റാമിൻ വലിച്ചു വാരി കഴിച്ചത് കൊണ്ടോ ഒന്നും നമ്മുടെ മനസ്സ് സന്തോഷിക്കില്ല. നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ആറ്റിറ്റ്യൂഡ് നന്നായിരിക്കണം. നമ്മുടെ ആറ്റിറ്റ്യൂഡ് നന്നായെങ്കിലേ നമുക്ക് തിരിച്ചും നല്ലൊരു ആറ്റിറ്റ്യൂഡ് പ്രതീക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതാണ് എയുടെ ഗുണം. ഇനി B എന്ന് പറഞ്ഞാൽ ബിലീഫ് മീൻസ് വിശ്വാസം. ചില ആളുകൾക്ക് ഒന്നിനോടും ഒരു വിശ്വാസമില്ല. ദൈവത്തിൽ വിശ്വാസമില്ല. ഇനി ആരെങ്കിലും വരാമെന്ന് പറഞ്ഞാൽ നീ വരുമോ എന്ന് ചോദിച്ചാൽ അതൊരു വിശ്വാസക്കുറവ്. അതുപോലെ തന്നെ ഒരാളൊരു സ്ഥലത്ത് നിൽക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്ഥലത്ത് ചെല്ലണം, കറക്റ്റായിട്ട് ചെല്ലണം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. അപ്പോൾ അങ്ങനെ പരസ്പരം ഒരു വിശ്വാസം വേണം. അതാണ് ബിലീഫ്. പിന്നെ വേണ്ടത് കറേജാണ്. കറേജ് എന്ന് പറഞ്ഞാൽ ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മുടെ ജീവിതയാത്രയിൽ പോലും നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോഴും നമ്മുടെ കറേജ് നമ്മൾ മുറുകെ പിടിക്കണം. അയ്യോ, നമ്മളിനി എന്ത് ചെയ്യും എന്നോർത്ത് തളരാതെ മുന്നോട്ട് പോകണമെങ്കിൽ കറേജ് വേണം. അതുപോലെ ഒരു സ്ഥലത്ത് എത്തപ്പെടണം, ഇപ്പം അറിയില്ലാത്ത വഴിയാണെങ്കിൽ പോലും നമുക്ക് ചോദിച്ച് പോകാമെന്ന് മോഹൻലാൽ പറഞ്ഞതുപോലെ നമുക്ക് ചോദിച്ച് അവിടെ എത്താനുള്ള ഒരു കറേജ് ഉണ്ടായിരിക്കണം. അപ്പോൾ അതാണ് ഇന്നത്തെ ABCയുടെ പ്രത്യേകതകൾ. ഇത് മൂന്നും നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷം കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, മറ്റ് എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ആയിരിക്കണം. നമ്മളെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും നമുക്ക് അനുയോജ്യമായതും നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാവുള്ളൂ. അല്ലാതെ മറ്റുള്ളവർ എന്ത് കരുതും എന്ന് കരുതി നമ്മൾ അതിനെ പുറകോട്ട് വലിയേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ ഗൈസ്, ബൈ. എല്ലാവരും കാണണം കേട്ടോ. ഓക്കേ.